ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയോടുകൂടിയായിരുന്നു ഇന്നത്തെ വാർത്താ പ്രഭാതം ആരംഭിച്ചത്. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ടിപ്പർ പാഞ്ഞുകയറിയുണ്ടായ അപകടം 3 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. നാടിനെ നടുക്കിയ ടിപ്പർ ദുരന്തം ഉണ്ടായത് എങ്ങനെയെന്ന് കണ്ടെത്താനുള്ള വിശദമായ പരിശോധനകൾ പോലീസും മോട്ടോർ വാഹന വകുപ്പും തുടരുകയാണ്. ടിപ്പർ അപകടത്തിൽ മനഃപൂർവ്വമില്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്തു. ലോറി ഡ്രൈവർക്കെതിരെയാണ് നടപടി. അശ്രദ്ധമായി വാഹനം ഓടിച്ച് മനുഷ്യജീവന് ആപത്തുണ്ടാക്കിയ വകുപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നീലേശ്വരത്ത് ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച 3 പേരുടെയും മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഹരിലാൽ, അജയ്കുമാർ, പാർത്ഥിബ് എന്നിവരാണ് മരിച്ചത്. തിരക്ക് കുറവുള്ള പോക്കറ്റ് റോഡിൽ അമിത വേഗതയിൽ ചീറിപ്പാഞ്ഞ ടിപ്പർ 3 പേരുടെ ജീവനെടുത്തത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടിലേക്ക്. എനിക്ക് പിന്നിൽ കാണുന്ന അമ്പലപ്പുറം എന്ന സ്ഥലത്ത് നിന്ന് കൊട്ടാരക്കരയിലേക്ക് വരുന്ന റോഡിൽ രാവിലെ 7 മണിയോടെയാണ് ഈ ടിപ്പർ ലോറി, മണ്ണ് നിറച്ച ടിപ്പർ ലോറി അമിത വേഗതയിൽ നീലേശ്വരം മുക്കോണിമുക്ക് എന്ന സ്ഥലത്തുകൂടി പാഞ്ഞു വരുന്നത്. ഏതാണ്ട് ഈ സ്ഥലത്തെത്തിയപ്പോൾ ആ ദിശയിൽ നിന്ന് വന്ന ഹരിലാൽ എന്ന അധ്യാപകൻ്റെ ബുള്ളറ്റ് ഈ ടിപ്പറിന് മുൻപിൽപ്പെടുന്നു. പെട്ടെന്ന് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഈ ടിപ്പറിൽ ഇടിച്ച ശേഷം വാഹനം അവിടെ നിന്ന് ഇടിച്ച് ആ മതിൽക്കെട്ട് തകർത്തുകൊണ്ട് ആ മതിൽക്കെട്ടിന് സമീപത്ത് നിന്ന് ആളുകൾക്കിടയിലേക്ക് വിദ്യാർത്ഥികളും മറ്റ് ജോലിക്കായി പോയിരുന്ന ജീവനക്കാരും ഉൾപ്പെടെ നിന്നിരുന്ന ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഈ ബുള്ളറ്റ് പൂർണ്ണമായി, അതിൻ്റെ ഒരു വശം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ യാത്ര ചെയ്തിരുന്ന ഹരിലാൽ, അദ്ദേഹം ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനാണ്. അദ്ദേഹവും ആ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ആദ്യം ഈ ബുള്ളറ്റിൽ ഇടിച്ച് വാഹനം തെറിച്ചവിടേക്ക് പതിക്കുകയായിരുന്നു, അതോ അതിനു മുമ്പ് വാഹനം നിയന്ത്രണം വിട്ട് ഈ മതിലിലേക്കാണോ ഇടിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇവിടെ കൂടി നിൽക്കുകയായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർത്ഥിബ്, അതോടൊപ്പം തന്നെ KSRTCയിലെ മറ്റൊരു ജീവനക്കാരനായ അജയൻ, അതോടൊപ്പം ഈ ബുള്ളറ്റ് ഓടിച്ചിരുന്ന ട്യൂട്ടോറിയൽ അധ്യാപകനായ ഹരിലാൽ, ഇങ്ങനെ 3 പേർക്കാണ് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ദാരുണമായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ടിപ്പർ ഓടിച്ചിരുന്ന ഡ്രൈവർ, അതോടൊപ്പം ടിപ്പറിലുണ്ടായിരുന്ന ക്ലീനർ, മറ്റ് 5 പേർ, ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. ഈ വാഹനത്തിലെ മണ്ണ് മുഴുവൻ അത് ഈ കൂടി നിന്ന ആളുകൾക്ക് മുകളിലേക്ക് പതിച്ചു. അവിടെ നിന്ന് ഏറെ പ്രയാസപ്പെട്ടാണ് അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മണ്ണിനടിയിൽ പൊതിഞ്ഞു പോയ ഈ 3 പേരെ അടക്കം പുറത്തേക്ക് എടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതിൽ പാർത്ഥിബിൻ്റെ ശരീരഭാഗങ്ങൾ വേർപെട്ടു പോയ നിലയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളടക്കം പോലീസിന് പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴി. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ അപകടത്തിലേക്ക് നയിച്ചത് ഈ അമിത വേഗതയിലെത്തിയ ടിപ്പർ ഈ ബുള്ളറ്റിൽ ഇടിക്കാതിരിക്കാനായി നടത്തിയ ശ്രമം നിയന്ത്രണം നഷ്ടപ്പെട്ട് മതിലിലേക്ക് ഇടിക്കുകയായിരുന്നു, അതോ അതിനപ്പുറത്തേക്ക് ബുള്ളറ്റിൽ ഇടിച്ച ശേഷം നിയന്ത്രണം നഷ്ടപ്പെട്ട് മതിലിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. ഈ കാര്യത്തിലൊരു കൃത്യമായൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത് വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും വളരെ ദാരുണമായ അപകടത്തിൽ ഒരുപാട് പ്രതീക്ഷകളോടെ സാധാരണ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ ഇന്ന് രാവിലെയും വീട്ടിൽ നിന്നിറങ്ങിയ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർത്ഥിബിനും മറ്റ് 2 പേർക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ തിരക്കൊന്നുമുള്ള റോഡല്ല, ഒരു പോക്കറ്റ് റോഡാണ്. ആ പോക്കറ്റ് റോഡിലാണ് ഈ അമിത വേഗതയിലെത്തിയ ടിപ്പർ 3 കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ തച്ചുടച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം നീലേശ്വരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ഈ അപകടം നടക്കുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ 10ഓളം പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. 5 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. മണ്ണ് കയറി വന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത്. അപകടമുണ്ടാക്കിയ ടിപ്പർ ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നു. ലോറിയുടെ ടയറുകൾ തേഞ്ഞ നിലയിലാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് വാഹനം എത്തിയത്. 17 വർഷം പഴക്കമുള്ളതാണ് വാഹനമെന്നും GPS ഓഫാക്കിയ നിലയിൽ ആണെന്നും സ്പീഡ് ഗവർണർ ഇല്ലെന്നും MVD ഉദ്യോഗസ്ഥർ പറഞ്ഞു. നടപടികൾ വണ്ടിയുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്ന നടപടി RTA ബോർഡിന് സമർപ്പിക്കും. വണ്ടിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ലൈസൻസ് നടപടി ഉണ്ടാവും. അദ്ദേഹത്തിന് ഹെവി ലൈസൻസ് ഇല്ല വണ്ടി ഓടിക്കാൻ എന്നുള്ളതാണ്
ഗൗരവ സ്വഭാവമുള്ള കുറ്റം. ഹെവി ലൈസൻസ് ഇല്ലാതെ ഒരാൾ വണ്ടി ഓടി. ആദ്യത്തെ ട്രിപ്പാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് അത് വണ്ടി ഓടിക്കുന്നത്. അതിന്റെ ഒരു എക്സ്പെർട്ടൈസേഷൻ കുറഞ്ഞതും ഈ അപകടത്തിന് കാരണമായെന്ന് ഞങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. അപകടത്തിൽ പരിക്കേറ്റ കൗശിക്കിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിവരങ്ങളുമായി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡാൻ കുര്യനും അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് എസ് വിനീഷും ചേരുന്നുണ്ട്. ആദ്യം വിനീഷിലേക്ക് പോവുകയാണ്. അവിടെ സ്ഥലം MLA കെ എൻ ബാലഗോപാലും സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീഷ്, ഏറെ സങ്കടകരമായൊരു വാർത്തയായിരുന്നു രാവിലെ കേട്ടത്. അതായത് വലിയൊരു ദുരന്തമുണ്ടാകുന്നു, അതും 10 പേരോളം നിറഞ്ഞു നിന്നിരുന്ന സ്ഥലത്ത് അവിടെ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ഈ ആളുകൾക്കിടയിലേക്ക് കയറുകയാണ് ഉണ്ടായത്. 3 പേരുടെ മരണം സംഭവിക്കുന്നു. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? എന്താണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും പറയുന്നത്? പ്രത്യേകിച്ചും എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് ഈ ടിപ്പർ ഇതുവഴി ഓടിയിരുന്നത്. അതായത് 17 വർഷത്തോളം പഴക്കമുള്ള ടിപ്പറാണ്. ടയറുകളുടെ തേയ്മാനമുണ്ട്. ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഇല്ല. അങ്ങനെ നിയമങ്ങൾ പൂർണ്ണമായും അട്ടിമറിച്ചുള്ള നീക്കങ്ങളാണോ, അല്ലെങ്കിൽ ആ രീതിയിലാണ് വാഹനം ഓടിച്ചിരുന്നത്? എന്താണ് ഈ ദൃക്സാക്ഷികളും അവിടെ എത്തിയ ആളുകളൊക്കെ പറയുന്നത്? അപ്പം തീർച്ചയായും ഗുരുതരമായിട്ടുള്ള നിയമലംഘനങ്ങളാണ് ഇപ്പോൾ ഈ വാഹനത്തിനെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. വാഹനം മുൻപും സമാനമായ രീതിയിൽ മറിയുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് നടന്ന അപകടവും സമാനമായ രീതിയിൽ തന്നെയാണ് നാടിനെ ദുഃഖത്തിലാക്കിയ ഈ വലിയൊരു അപകടം. ഇതിൽ പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത വകുപ്പ് പ്രകാരം 281 വകുപ്പ് 125 A, വകുപ്പ് 125 A, വകുപ്പ് 105 തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വാഹനം ഓടിച്ചിരുന്ന ആൾക്ക് ഹെവി ലൈസൻസ് ഇല്ലായിരുന്നു എന്നാണ് വാഹന വകുപ്പ് കണ്ടെത്തിയത്. മറ്റ് ചെറിയ വാഹനങ്ങൾ ഓടിക്കാൻ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നത്. ഇത്തരത്തോളം നിയമലംഘനങ്ങൾ ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അമിത വേഗതയിൽ വാഹനം, അതായത് എത്രയും പെട്ടെന്ന് എത്തുക, ഈ സമയം പാലിക്കാൻ വേണ്ടിയുള്ള ഡ്രൈവിങ്, അതാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. അമിത വേഗതയിൽ എത്തുകയും വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു. അങ്ങനെ വാഹനം മറിഞ്ഞു. സമീപത്തെ ഒരു മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിന് ഇടയാക്കിയത്. സമീപത്ത് നിന്നും ഈ മണ്ണ് കയറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ എത്രത്തോളം പാലിച്ചാണ് ഈ വാഹനം ഓടിച്ചിരുന്നതടക്കമുള്ള പരിശോധനകളും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ജിയോളജി വകുപ്പിൽ നിന്നും അനുമതി വാങ്ങിയിട്ടാണോ ഇത്തരത്തിലുള്ള മണ്ണ് കടത്തിലടക്കം നടത്തിയതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും അതിദാരുണമായൊരു സംഭവമാണ്. ദുഃഖം തളം കെട്ടി കിടക്കുന്ന സാഹചര്യമാണ്. കാരണം 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ ഒരു മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. അതുപോലെ തന്നെ മുതിർന്ന 2 പേരുണ്ട്. അതിൽ ഒരാൾ അധ്യാപകനാണ്, ട്യൂട്ടറി കോളേജിൽ അധ്യാപകനാണ്. മറ്റൊരാൾ KSRTCയിലെ ജീവനക്കാരൻ കൂടിയാണ്. അങ്ങനെ 3 പേരാണ് ഇന്നത്തെ ഒരു ദുരന്തത്തിന് ഇരയായത്. പക്ഷേ 10-ലധികം ആൾക്കാരായിരുന്നു ഇവിടെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ബസ് കാത്ത് നിന്നതാണ് അവരിവിടെ. അപ്പോഴാണ് ഈ വാഹനം അമിത വേഗതയിലെത്തുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു. കുറച്ച് ആൾക്കാർ ഈ വാഹനത്തിൻ്റെ അതായത് അപകടകരമായ രീതിയിൽ വാഹനം ഓടി വന്നപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്നവർ, മറ്റ് വിദ്യാർത്ഥികളടക്കം ഇവിടെ നിന്നും ഓടി മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചിന്നിച്ചെതറിയവർ പല ഭാഗത്തേക്ക് ഓടി മാറിയത് കൊണ്ടാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി അല്പം കുറഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം 3 പേരുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണിനടിയിൽ നിന്നാണ് 3 പേരുടെയും മൃതശരീരം എടുത്തത്. ഇതിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർത്ഥിബിൻ്റെ മൃതശരീരം ചിന്നിച്ചെതറിയ നിലയിലായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് നടക്കുന്നത്. അപ്പം ഈ ഒരു സംഭവത്തിൽ നിന്നും ഇവരാരും തന്നെ മുക്തരായിട്ടില്ല. നാട്ടുകാരെല്ലാം ഓടിക്കൂടുകയും ഉടൻ തന്നെ കൊട്ടാരക്കര പോലീസിലും ഫയർഫോഴ്സിലും എല്ലാം വിവരം നൽകുകയും ചെയ്തു. അങ്ങനെ കൊട്ടാരക്കര ഇന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത്. മണ്ണിനടിയിൽ നിന്നും വിദ്യാർത്ഥിയുടെ മൃതശരീരമടക്കം ചിന്നിച്ചെറിയ നിലയിൽ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒരു അശ്രദ്ധയിൽ സംഭവിച്ചതാണ്. അമിത വേഗതയിൽ വരികയും വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയും ചെയ്തു. അതായത് ഈ മണ്ണ് നിറച്ച് കൊണ്ടുവന്ന ഫുൾ ലോഡായിരുന്നു, മണ്ണ് നിറച്ച് കൊണ്ടുവന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തെക്കുറിച്ച്
ഇതിനെക്കുറിച്ച് വാഹന വകുപ്പ് എത്തുകയും വിശദമായി പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. 17 വർഷം പഴക്കമുള്ള ഒരു വാഹനമാണ്, ഫിറ്റ്നസ് റദ്ദ് ചെയ്ത വാഹനമാണ്. ഇത്തരത്തോളം നിയമലംഘനങ്ങൾ കണ്ണിന് മുന്നിലൂടെയാണ് നടന്നത്, പോലീസിൻ്റെ കണ്ണിന് മുന്നിലൂടെ തന്നെ നടന്നു എന്നുള്ളതാണ്. ഇതിനെല്ലാം വാഹനവകുപ്പ് അടക്കം മറുപടി നൽകിയേ മതിയാകുകയുള്ളൂ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നു എന്നാണ് പോലീസ് അധികാരികളും വാഹനവകുപ്പുമെല്ലാം പറയുന്നത്. കൃത്യമായിട്ടുള്ളൊരു അന്വേഷണത്തിലൂടെ, ഇത് പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിലൂടെ നിയമ നടപടികൾ കർശനമാക്കുമെന്ന് തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് RTO അല്പസമയം മുന്നേ ഇവിടെ എത്തുകയും മാധ്യമങ്ങളോട് പറയുകയൊക്കെ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ ഇവിടേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ട്. പോലീസുകാർ അതുപോലെ തന്നെ മന്ത്രിമാരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും നാട്ടുകാരെ അടക്കം ആശ്വസിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ കുട്ടി, ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവൻ, അത് നമുക്ക് എന്ത് വില നൽകിയാൽ മതിയാകും എന്നുള്ളതാണ്. കാരണം രാവിലെ സ്കൂളിലേക്ക് പോകാനായി അവൻ പുത്തനുടുപ്പൊക്കെ ഇട്ട്, യൂണിഫോം ഇട്ട്, ഷൂ ഒക്കെ ധരിച്ച് ഇവിടെ നിന്നതാണ്. അപ്പം അങ്ങനെയുള്ളൊരു വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിച്ചത്. ബസ് കാത്തു നിന്നത്, സാധാരണ എത്തുന്നതിലും 10 മിനിറ്റ് വൈകിയാണ് വാഹനം ഇവിടെ എത്തിയതെന്ന് പറയുന്നു. ഒരു പ്രൈവറ്റ് വാഹനത്തിലാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ ആ വാഹനം